പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അതായത് അരി കൊണ്ടല്ല, നുറുക്ക് ഗോതമ്പ് കൊണ്ട്, ലാപ്സി എന്ന് പറയും. അപ്പൊ നുറുക്ക് ഗോതമ്പ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാണ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത്. ഒത്തിരി പൊടിയല്ല, ചെറിയ ചെറിയ പീസുകളായിട്ടെ ഗോതമ്പിന്റെ നുറുക്ക്. അപ്പൊ എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും. പലരും ഇത് കഞ്ഞി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് അതിന്റെ വെജിറ്റബിൾ ബിരിയാണി. അതിനുവേണ്ടി 1/2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്ത് ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്നതായത്. അപ്പൊ നിങ്ങൾ കഴിവതും ഇങ്ങനെ കുതിർത്ത ശേഷം മാത്രമേ ഇത് വേവിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവ് വെള്ളം ആയിരിക്കില്ല, സമയവും ആയിരിക്കില്ല. നിങ്ങൾക്ക് 2 മണിക്കൂർ കുതിർക്കാൻ പറ്റില്ല എങ്കിൽ കുറഞ്ഞത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ ഇത് നല്ല കട്ടിയുള്ളതല്ലേ ഈ ഗോതമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആവും, കണ്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് ചെയ്യുന്നത് കുക്കറിലാണ്. കുക്കറിലല്ലാതെ സാധാ പാത്രത്തിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ കുക്കറിനകം കാണുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഞാൻ ചേർക്കുന്നത് ചെറിയ ജീരകം, നല്ല ജീരകം. ഇതിന് പകരം നിങ്ങൾക്ക് പെരും ജീരകം വേണമെങ്കിലും ചേർക്കാം. അതിലേക്കൊരു 2 നുള്ള് കായത്തിന്റെ പൊടി. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും കായം യൂസ് ചെയ്യാറുണ്ട്. ഡൈജഷനൊക്കെ നേരെയാവാൻ, അസിഡിറ്റി ഒക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയൊക്കെയാണേ. അപ്പൊ ഇനി തീ കുറച്ച ശേഷം ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചതച്ചത്. പച്ചമുളക് നിങ്ങളുടെ ഏരിയ അനുസരിച്ചെടുക്കാൻ ഞാനിപ്പോ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ചതാ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള, കുറച്ച് കറിവേപ്പില. അപ്പൊ ഈ സവാള ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോളിഫ്ലവർ, ബീൻസ്, അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ്. അപ്പൊ ഞാനിതൊക്കെ അരിഞ്ഞിരിക്കുന്നത് ഇച്ചിരി ചെറുതായിട്ട് വട്ടത്തിലാ. നിങ്ങൾക്ക് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണേലും അരിയാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ 2 തക്കാളി. ഈ തക്കാളി ആദ്യം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ ശേഷം വേണമെങ്കിലും ബാക്കി പച്ചക്കറികൾ ചേർത്താൽ മതി കേട്ടോ. കുറച്ച് മല്ലിയില. ഇതൊക്കെ ലേശം ഒന്ന് വാടട്ടെ. ഇനി ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെജിറ്റബിൾസിന്റെ അളവ് ഞാൻ പറയാഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ചേർക്കാം. ഞാൻ കുറച്ച് വെജിറ്റബിൾ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് ഇത്രയും ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വെജിറ്റബിൾസ് മാത്രമല്ല, മല്ലിയിലയും ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒരു ഇലയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ രീതി, അതായത് വെജിറ്റബിൾസിന്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിൽ എക്സ്ട്രാ ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, എക്സ്ട്രാ ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. കാരണം ഞാനിങ്ങനെ ചെയ്യുന്നത് ഗോതമ്പിന്റെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസ് കൂട്ടിയിട്ട് എത്രയും ക്വാണ്ടിറ്റി കൂട്ടാമോ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി ഞാൻ ചേർക്കുന്ന ഇല ഇത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾ ഇത് ചേർക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹെൽത്തി വെർഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. അപ്പൊ വീഡിയോ എടുത്തപ്പോൾ അത് കാണിക്കണം, അതുകൊണ്ട് അത് കാണിച്ചു എന്നേ ഉള്ളേ. അപ്പൊ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഷേപ്പു ബാജിയാണ്, അതായത് ശതകുപ്പയുടെ ഇല. അതിന്റെ ഒരു ബാജിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ ഇലയാണ് ഇതിൽ ചേർക്കുന്നത്. ചിലപ്പോൾ ഞാൻ അതിനകത്ത് ചീര ചേർക്കാറുണ്ട്, ചിലപ്പോൾ ഇത് പാലക്ക് ചേർക്കാറുണ്ട്. സാധാരണ ആരും വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ല. ഞാനൊരു ആരോഗ്യകരമായ, അതായത് ഹെൽത്തി വെർഷൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചേർക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കുക ഈ സ്റ്റെപ്പ്. അപ്പൊ ഇത് ഏകദേശം വഴണ്ടു. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് എവറസ്റ്റിന്റെ ഷാഹി ബിരിയാണി മസാല. ഇത് എല്ലായിടവും കിട്ടും, നാട്ടിലും കിട്ടുമായിരിക്കും. ഷാഹി ബിരിയാണി മസാല ഇത് 25 ഗ്രാമാണ്. കുറേ നാൾ ഞാനിത് യൂസ് ചെയ്ത് കേട്ടോ. എത്ര ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെച്ചൊക്കെ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ
ഒത്തിരി നാളത്തെ കൊണ്ട് 25 ഗ്രാം എന്ന് പറയുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഷാഹി ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് ഇലകള്, അതുപോലെ കുരുമുളക്, പട്ട, പിന്നെ തക്കോലം, ഇതിന്റെയൊക്കെ പൊടികളും ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എക്സ്ട്രാ സ്പൈസസ് ഒന്നും ചേർക്കാഞ്ഞത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടീസ്പൂൺ തൈര്. നിങ്ങളുടെ കയ്യിൽ തൈര് ഇല്ല എങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ ഈ ഗോതമ്പിന്റെ നുറുക്ക് അളന്നത്, അതായത് കുതിരുന്നതിന് മുമ്പ്, അപ്പൊ ഞാൻ 1/2 ഗ്ലാസ് ആണ് കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടത്. അതുകൊണ്ട് ആ സെയിം ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം. ഉപ്പൊക്കെ പരുവാണോ എന്ന് നോക്കണം. അതായത് നമ്മുടെ വെള്ളത്തിന് ഇത്തിരി ഉപ്പ് മുമ്പിട്ട് നിൽക്കണം. അത്യാവശ്യം നല്ല സ്പൈസിയാ. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റിൽ നിങ്ങൾക്ക് മുകളിൽ ലേശം നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കത് അടച്ചു വെക്കാം. മീഡിയം തീയിൽ ഒറ്റ വിസിൽ വരുമ്പോഴേ ഓഫ് ചെയ്തിട്ടേക്കണം. അതിനുശേഷം ഫുൾ സ്റ്റീം പോയ ശേഷം മാത്രമേ തുറക്കാവൂ. നിങ്ങൾ കുക്കറിലല്ല സാധാ പാത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കണം വെള്ളം പറ്റുന്നുണ്ടോന്ന്. അങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോ കറക്റ്റ് ഒരു വിസിൽ വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടു. ഇപ്പൊ ഫുൾ സ്റ്റീം പോയി. നമുക്കിത് തുറന്നു നോക്കാം. ഇതൊക്കെണ്ടോ, കറക്റ്റ് പരുവല്ലേ നോക്കി കണ്ടോ. ഇത് ലേശം വെള്ളമയം പോലെ തോന്നുന്നത് തണുക്കുമ്പോ നല്ല കട്ടിയാവും, പരുവാവുവേ. ഇപ്പൊ ലേശം ഒന്ന് നോക്കട്ടെ. നല്ല സ്പൈസിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.